അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനും ഹീബ ഇപ്പം പാക്കിംഗ് പരിപാടിയിലേക്ക് ഇറങ്ങിയ തലീബ. ശരിക്കും പറയുകയാണെങ്കിൽ ഇരിക്കാൻ പോലും വയ്യ. ടയേർഡാണ്. ഒന്നാമത് നോമ്പിന്റെ ക്ഷീണം, രണ്ടാമത് നമ്മൾ ടൗണിലൊക്കെ കറങ്ങിയതിന്റെ ക്ഷീണം, പോയതിന്റെ ക്ഷീണം. കണ്ടോ ആളിങ്ങനെ നമ്മൾ എഴുതിക്കൊണ്ട് നിൽക്കുക അഡ്രസ്സ്. ഇനിങ്ങനെ ഓരോന്ന് എഴുതി സെറ്റാക്കി വെക്കണം ലീബ. ഈ ഫ്രെയിം കണ്ടോ, ഓളം മോളുള്ള സാധനങ്ങൾ കണ്ടത്. ഇതൊക്കെ ആളെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ചെയ്തത് കേട്ടോ. അതേമാതിരി ഈ ബോട്ടിൽ കണ്ടോ, ഇതൊക്കെ സ്വന്തം കഴിവ് വെച്ചിട്ട്. ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. ഈ ഫ്ലവർ, അതേമാതിരി ഈ ഫ്ലവർ കണ്ടോ, ഒരു അഹങ്കാരം ഇല്ലാണ്ട് ഇരിക്കുന്നത്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോക്കല്ലേ. ഞാൻ എൻ്റെ കഴിവ് പറഞ്ഞു കൊടുക്കുക. അതിങ്ങ് എത്രയോ കാലം ഉണ്ടാക്കിയല്ലേ, വേറെ നൈസാക്കില്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ 8th എത്താൻ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയേക്കും. ഇതൊക്കെ കൂടെ ഉണ്ടാക്കിയതാ അന്നത്തെ കാലത്ത്. കഴിവുണ്ട് നിങ്ങള്. ഇപ്പൊ ഈ കഴിവ കൊടുപ്പീവാ. ഡ്രസ്സൊക്കെ കൂടെ അടുത്ത പറ. ഓക്കെ, നമുക്ക് സിമ്പിളാ. ഓളെല്ലാം പാക്ക് ചെയ്ത് അങ്ങ് വെക്കും. അഡ്രസ്സ് കണ്ടോ, നമ്മളെ കാർഡ് വെക്കാം. അഡ്രസ് റെഡിയാക്കി വെച്ചതാ. എടുത്തു തരാൻ മാത്രം ആഷിക്കാന്റെ ഡ്യൂട്ടി. എന്റെ ഡ്യൂട്ടി ഉള്ളി എടുത്തു കൊടുക്കുക. അഡ്രസ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കുക. ഈ എടുത്ത് കൊടുക്കലും ആണ് മെയിൻ പണി. പിന്നെ പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ട് എടുത്തു കൊടുക്കല് പണിയോലെ. പിന്നെ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട്, നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആട്ടോ. അതിപ്പോൾ ആൻഡമാൻ ആയാലും ലക്ഷദ്വീപ് ആയാലും ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. നമ്മൾ 2-3 ആൾക്കാരൊന്ന് ചോദിച്ചു, നിങ്ങൾ ആൻഡമാനിലേക്ക് ഡെലിവറി ഉണ്ടോ, അതേപോലെ തന്നെ ലക്ഷദ്വീപിലേക്ക് ഉണ്ടോ ചോദിച്ചാൽ നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. വർക്ക് ചെയ്യുന്ന സമയത്ത് ആളധികം സംസാരിക്കില്ല, ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. പിന്നെ ഒരു പിൻകോഡ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഓൾക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ പോകും. അത് ശരിയാ. കാരണം നമ്മൾ എത്ര കെയർഫുള്ളായി ചെയ്താലും ഇടയ്ക്കൊരു മിസ്റ്റേക്ക് ആയിട്ട്. അപ്പൊ അങ്ങനെ മിസ്റ്റേക്ക് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്താൽ പറ്റില്ല, ആശക ചെയ്താൽ പറ്റും. ഞാൻ ചെയ്തിട്ട് പറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 2-3 പ്രാവശ്യം എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റി. അങ്ങനെ അതൊക്കെ ഞാൻ ക്ലിയർ ആക്കി കിട്ടും. പക്ഷെ മിസ്റ്റേക്ക് പറ്റിയില്ല എന്ന് നമ്മളെന്തിനാ പറയേണ്ട ആവശ്യം? മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാർക്ക് തെറ്റിട്ട് നടക്കുമോ? എന്തേ അതത്രേ ഉള്ളൂ. പക്ഷെ നമ്മളത് ക്ലിയർ ആക്കുന്നുണ്ടല്ലേ, ഇപ്പൊ അതിലല്ലേ കാര്യം. അങ്ങനൊക്കെയാണ്. കഴിഞ്ഞില്ല, ഇനിയിപ്പോ കൊറേ പാക്ക് ചെയ്യാനുണ്ട്. ഇനി ഏതാ നോട്ടെ. നെക്സ്റ്റ് ഇതാണോ? കണ്ടോ, നല്ല വൃത്തിയിലെ പാക്കിൽ വെച്ചാണ്ടില്ലേ. നെക്സ്റ്റ് അങ്ങനെ നമ്മളെ പൊണ്ടായിട്ട് ഇതെവിടെ അങ്ങനെ പാക്കിംഗ് പണിയൊക്കെ കഴിച്ചിരിക്കാന്ന് തോന്നുന്നില്ല. ഞാൻ എന്നാലും ബാക്കിയുള്ള എന്റെ വീട്ടിൽ പോയി എടുത്തോണ്ട് വരട്ടെ. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ പാക്ക് ചെയ്യാ, അയക്കാം. ഞങ്ങൾക്കറിയാലോ, എനിക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ ഉള്ള എല്ലാം ഞാൻ പാക്ക് ചെയ്താ നമുക്ക് രാത്രി വന്ന ഡ്രസ് അല്ലേ. ഇനി ബാക്കി ഡ്രസ് മൊത്തം എന്റെ വീട്ടിലായി. ഇനി അത് പോയിട്ട് ഞാൻ ഇപ്പം പോയി എടുത്ത് കൊണ്ടുവന്ന് റീപ്പ് കൊടുക്കും. റീപ്പ് അത് എനിക്ക് പാക്ക് ചെയ്ത് ഇപ്പം പോകണ്ട, നാളെ പോയിട്ട് എടുത്ത് അയക്കാം. ഞാൻ ഇപ്പം പോയി സത്യം പറഞ്ഞു, ഇനി ഹെൽപ്പ് ചെയ്യണം. എനിക്ക് പാക്ക് ചെയ്യാൻ കുറച്ച് സീനാ. എന്നാ നാളെ പാക്ക് ചെയ്യാൻ, നാളെ കൊണ്ടുവരാം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അതാണ് നമ്മളെ കൊണ്ടാട്ടി. നമ്മളെ എന്താ പറയാ, ഇന്നെ കൊണ്ട് പാക്ക് on ചെയ്യിപ്പിക്കും. നാളെ നിങ്ങൾ പാക്ക് ചെയ്തോന്നാ പറഞ്ഞത്. നാളെ ഞാൻ രാവിലെ എണീച്ച് കൊണ്ടേ തരും ഇങ്ങോട്ട്. എന്നിട്ട് ഇനി പാക്ക് ചെയ്യാം. ഫുഡ് കഴിക്കാം നമുക്ക്. എന്നാല് നമുക്ക് ഇനി ഫുഡ് കഴിച്ച് സംസാരിക്കാം. പാവാണ്, ടയേർഡായിട്ടുണ്ടെന്ന് തോന്നുന്നു. മതി, ആളെ ഇന്നത്തെ ഫ്രീ ടൈം കഴിഞ്ഞില്ല. ഇപ്പൊ പോയിക്കോ. ഇത്ര നേരം ആള് സോഫന്റെ അടിയിൽ വിശ്രമിക്കുകയായിരുന്നു അല്ലേ. ഞാൻ കറങ്ങി നടക്കേന്. ഇപ്പൊ ഫ്രീ ടൈം കഴിഞ്ഞ ആളെ കൂട്ടിലേക്ക് പിന്നെയും കയറ്റി. നമ്മൾ പറയുന്ന അങ്ങനെ ചെവിടെ വെച്ച് നോക്കുന്നത് കേക്കാല്ലേ, എന്താ പറയുന്നല്ലേ. അപ്പൊ നല്ല ബട്ടർ ചിക്കനും അതേമാതിരി തന്നെ എന്താ ഇപ്പൊ പൊറാട്ടയും ഗാർലിക് ചിക്കനും ഉണ്ട്. അപ്പൊ രാത്രി അത് ടേസ്റ്റ് ചെയ്തൊക്കെയാണ്. വെറുതെ പറയാണ്, ഞാൻ
ഇത് വയറ് ഫുൾ തന്നെ. എനിക്ക് ഇഷ്ടമാണ് ഈ ബട്ടർ ചിക്കൻ. നല്ലൊരു എന്താ പറയാ, ഒരു മധുരല്ലേ. കണ്ട ഞാൻ കഷ്ണം എടുത്തുക്കോളും. അപ്പൊ ഓള് പറഞ്ഞു എനിക്ക് ഒറ്റ കളിക്കാൻ മടിയാണ്. ഓൾക്ക് ഇഷ്ടം ഗാർലിക്. അവൾക്ക് ആ മറ്റേ എന്താ പറയാ ഗാർലിക്കിന്റെ ചോയയും അതേമാതിരി തന്നെ ജിഞ്ചർ ആണെങ്കിൽ ജിഞ്ചറിന്റെ ചോയ അതൊക്കെ വേണം. അധികം മധുരമൊന്നും ഷുഗർ വലിയ ഇഷ്ടമില്ല. പക്ഷെ ഇപ്പോഴാണ് തോന്നി എനിക്ക് പിന്നെ എന്റെ കൂടെ കൂടിയപ്പോഴാണ് പിന്നെയും ഒന്ന് ഷുഗർ. ചന്ദനം ചാര ചന്ദനം മണക്കുന്ന എന്ത് ചന്ദനം ചാരാൽ ചന്ദനം മണക്കും. എന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് ഓള് ലൈഫിൽ എന്താ പറയാ ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തത്. എന്റെ കണ്ണ കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ ഈ കണ്ണ കണ്ടിട്ട് ഗൈസ് ചില പ്രത്യേക സാഹചര്യത്തിൽ എന്താ പറയാ എനിക്ക് കണ്ണട വഴങ്ങൂല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണട ഞാന് ഈ അടുത്തൊരു പുതിയ കണ്ണട വാങ്ങിച്ചാണ്. ബെഡിന്റെ മുകളിൽ ഇരുന്ന് വെക്കും, ഞാൻ ഇരുന്ന് പൊട്ടിക്കും. ഇതും ഞാൻ ഇരുന്ന് പൊട്ടിച്ചാണ്. അങ്ങനെ ഇതടക്കം 4-ാമത്തെ ടപ്പ് ഇരുന്ന് പൊട്ടിക്കുന്നത്. അപ്പൊ അപ്പൊ ഇതിപ്പോ എവിടുന്നോ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ഇവിടെ ഇപ്പൊ അമ്മയപ്പയും ഇവിടെ ആരുമില്ലല്ലോ. ഇപ്പ ഞാനും ഇപ്പയേ ഉള്ളു ഇപ്പൊ. അങ്ങനെ കാണും. ഇപ്പൊ ഞാനിവിടെ നിന്ന് ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടായി മാറി. ഞാൻ ഇങ്ങനെ എടുത്തോളൂ. ഇതിപ്പോ നല്ല കമ്പനിയാ. നല്ല ആകെ ഒരു പ്രശ്നം ആ വടി കണ്ടാ പിന്നെ ഇതിന്റെ എന്താ പറയാ വിവരം ഉണ്ടാവില്ല. എന്താ ആശിക്ക് അവിടെ സ്റ്റെക്കായി പോയേ? കൈ വെച്ചുകൊടുക്ക്, വെച്ചുകൊടുക്ക്. പാവുണ്ടാവും ഇമോ. ആശിക്ക കമ്പനിയാന്ന് പറഞ്ഞു പോവാ. എന്ത് കമ്പനി ആണെങ്കിലും ആള് മേല് തൊടാൻ സമ്മതിക്കില്ല. പക്ഷെ നമ്മള് മേല് കേറിയിട്ട് എന്തും കളിക്കും. ചെവി പിടിച്ചു നോക്ക. കഴുത്തില് ചെയിൻ ഉണ്ടെങ്കില് ഈ ആ ഒരു വടി ഉണ്ട് കേട്ടോ അവിടെ. ആ വടി കണ്ടാല് പിന്നെ ഈ ഏരിയ കാണില്ല. ആ വടി കാണിച്ചാൽ അത് പറഞ്ഞോളും. പിന്നെ ഈ ഏരിയ കാണില്ല. അത്രയും പേടിയാ വടി കണ്ടാല്. നോക്ക് നോക്ക് നിങ്ങളുടെ നോക്കുന്നു. ഇവിടെ ഇവിടെ വാ. അവിടെ നിന്നോട്ടെ. നിങ്ങളല്ലേ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ ദോസ്ത. അതേപോലെ പാവൊക്കെ തന്നെയാണ് ഇത്. പക്ഷെ വന്നിട്ട് എന്തായാലും മുടിയൊക്കെ പിടിച്ചു വലിച്ചാളോ. മുടി പിടിച്ചു വലിക്കുന്നു. ഞാൻ വടി പിടിക്കാനെ. എന്റെ മേല് ഇതാക്കുന്നല്ലേ. ഞാൻ കാണലില്ലല്ലോ ആരും മേലും കേറുന്നേ. ഞാൻ അതൊന്ന് കണ്ടാസ്വദിക്കട്ടെ. കണ്ടാസ്വദിക്കാത്ത സിനിമ ആണല്ലോ ഇതാ. ഇമോ പിടി ചെവിയൊക്കെ മെല്ലെ തൊട്ടൊക്കെ നോക്കും. പാർത്ത് നോക്കും. പിന്നെ മെസ്സേജ് കൊടുത്താൽ റിപ്ലൈ എടുത്താളെ അടുക്ക് ഞാൻ റിപ്ലൈ എടുക്കട്ടെ. ഇത് ഈ കളർ മതിയല്ലോ അവൾക്ക്. എന്താ കാതിലൊന്നും തൊട്ടോക്കാത്തെ? കാതിൽ എനിക്ക് കാതിലില്ലല്ലോ. ആ ചെയിന് കാണിച്ചു കൊടുക്ക്. ചെയിന് കാണായിട്ടാ. അതാ കണ്ട് അത് വരുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. കൈ എടുക്ക്. പൊട്ടിക്ക് ഉറപ്പാ. ഇനി കണ്ട് ഇനി വന്നോളൂ. അതാ അവിടെ നിന്നോട്ടെ ആശിക്ക. റിപ്ലൈ ഒക്കെ എന്നിട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാലേ ഇന്നിപ്പോ ഞാനും ഉമ്മയും കൂടെ ടൗണിലേക്ക് പോയിനെ. അപ്പം ബാപ്പ പറയുന്ന കേട്ടിക്കണേ ഒന്നും കഴിച്ചില്ല പോലെ.
ഒന്നും കഴിച്ചില്ല അല്ലെ, ഒറ്റ നിപ്പാണോ അല്ലെ, ഒരു ഒച്ച ഉണ്ടാക്കി ഒന്നും ചെയ്തില്ല. ഇത് എപ്പോഴും നോക്കുതാ ഞാൻ കൊടുത്തോളാം. കൊടുക്ക്.